പ്രശസ്ത നടി അമലയുടെ മലയാളത്തിലെ ആദ്യത്തെ ചിത്രമായിരുന്നു 1991 എൻ്റെ സൂര്യപുത്രിക്ക്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിൽ 1991 ഏപ്രിൽ വിഷു കാലത്താണ് തിയേറ്ററിലെത്തിയത്. ആ ഒരു വിഷു സീസണിൽ എൻ്റെ സൂര്യപുത്രിക്ക് മത്സരിക്കാനെത്തിയത് മോഹൻലാലിന്റെ വിഷ്ണു ലോകമായിട്ടും അതുപോലെ ജയറാമിന്റെ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, സായികുമാറിന്റെ തുടർക്കഥ എന്നീ ചിത്രങ്ങളോടായിരുന്നു. ഇവയല്ലാതെ മറ്റു ചില ചെറിയ ചിത്രങ്ങളും ആ വിഷുക്കാലത്ത് തിയേറ്ററിലെത്തിയിരുന്നു. പക്ഷേ ഇവയ്ക്കൊന്നും എൻ്റെ സൂര്യപുത്രിയുടെ ഈ ചിത്രങ്ങൾക്കൊന്നും എൻ്റെ സൂര്യപുത്രിക്ക് നേടിയ വിജയം നേടാനായില്ല. ആ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി എൻ്റെ സൂര്യപുത്രിക്ക് മാറി. ശ്രീവിദ്യ അമല കോമ്പിനേഷൻ ആയിരുന്നു ഫാസിലിന്റെ ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നായകനായി എത്തിയത് സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപിയോടൊപ്പം എം ജി സോമനും പ്രതാപചന്ദ്രനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. ഈ സിനിമ കർപ്പൂരമുല്ല എന്ന പേരിൽ തമിഴിലും ചിത്രീകരിച്ചിരുന്നു. തമിഴിൽ അമല തന്നെയായിരുന്നു പ്രധാന കഥാപാത്രമായത്. രാജയായിരുന്നു നായക വേഷത്തിൽ. 1990 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ നിരവധി വലിയ ഹിറ്റ് സിനിമകൾ ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനമായിരുന്നു എൻ്റെ സൂര്യപുത്രിക്ക്, ആകാശദൂത് തുടങ്ങിയ ചിത്രങ്ങൾ. ഫാസിലിന്റെ കരിയറിലെ തന്നെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ സൂര്യപുത്രിക്ക്. 90 കാലഘട്ടം ഫാസിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച സമയമായിരുന്നു. മണിച്ചിത്രത്താഴ്, ഹരികൃഷ്ണൻസ്, അനിയത്തിപ്രാവ്, എൻ്റെ സൂര്യപുത്രിക്ക് തുടങ്ങിയ വലിയ ഹിറ്റ് ചിത്രങ്ങൾ ഫാസിൽ ആ കാലത്ത് സമ്മാനിച്ചിരുന്നു.